ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഉപേക്ഷിച്ച് നിരായുധരാകാൻ ഹമാസിനോട് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതും തീവ്രവാദ സംഘടനയ്ക്ക് കനത്ത തിരിച്ചടിയായി. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ദുരാഷ്ട്ര പരിഹാരം സാധ്യമാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഹമാസിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഈ ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവിനാണിപ്പോൾ കളമൊരുങ്ങുന്നത്. ഇത് വർഷങ്ങളായി നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമാണോ അതോ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ പ്രമുഖ അറബ് രാജ്യങ്ങളാണ് ഹമാസിനോട് ഗാസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിർണായകമായ നിലപാട് സ്വീകരിച്ചത്. ഇസ്രയേലിനും പാലസ്തീനും ഇടയിൽ ദുരാഷ്ട്ര പരിഹാരം പുനർജീവിപ്പിക്കുന്നത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ അംഗീകരിച്ച 7 പേജുള്ള രേഖയിലാണ് ഈ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതും. ഈ നിർദ്ദേശത്തെ അറബ് ലീഗും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ 17 രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് ഹമാസിന്റെ ഭാവിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. പരമ്പരാഗതമായി പലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യം പുലർത്തിയിരുന്ന അറബ് രാജ്യങ്ങളുടെ ഈ നിലപാട് മാറ്റം ഹമാസിന്റെ അതിക്രമങ്ങൾ അവർക്കിടയിലും അതൃപ്തി സൃഷ്ടിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. നിലവിലെ യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ UN പ്രമേയം അപലപിക്കുകയും ചെയ്തു. ഇത് ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യപടിയായി പല രാജ്യങ്ങളും കണക്കാക്കുന്നുമുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി പലസ്തീൻ രാഷ്ട്രം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഗാസയിലെ ഭരണം ഹമാസ് അവസാനിപ്പിക്കുകയും ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുകയും വേണം. UN അംഗീകരിച്ച പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: പലസ്തീൻ ഭരണത്തിൽ ഭാവിയിൽ ഹമാസിനെ യാതൊരു പങ്കും വഹിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്നും പ്രമേയം നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ബന്ദികളെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. ഇത് മാനുഷികപരമായ ഒരു വിഷയം എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ നിലപാടിനെയാണ് കാണിക്കുന്നത്. UN-ലെ പലസ്തീൻ പ്രതിനിധി സംഘം പോലും ഇസ്രയേലും ഹമാസും ഗാസ വിട്ടു പോകണമെന്നും പലസ്തീൻ അതോറിറ്റിക്ക് പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പ്രമേയം വരുന്നത്. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഈ രേഖയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്കൊപ്പം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ഫ്രാൻസ് ഈ പ്രഖ്യാപനത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇതാദ്യമായിട്ടാണ് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിനെ നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഹമാസിന്റെ ആക്രമണോത്സുകമായ നയങ്ങൾ അറബ് രാജ്യങ്ങളുടെ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണിത്. പ്രമേയം ഹമാസിന്റെ നിരായുധീകരണത്തിനായി ആഹ്വാനം ചെയ്യുന്നു. പലസ്തീൻ ഭരണത്തിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാനും ആവശ്യപ്പെടുന്നു. ഇത് ഭാവിയിൽ ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ഉദ്ദേശം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോ ഇത് ഊന്നി പറയുകയും ചെയ്തു. ഗാസയിൽ യുദ്ധാനന്തരം സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഹമാസിന്റെ സ്വാധീനം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ സൂചന കൂടിയാണിത്. ഹമാസ് എന്ന സൈനിക വിഭാഗത്തെ പിരിച്ചുവിട്ട് പലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ ഒരു ഏകീകൃത ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നതാണ് ഈ പ്രമേയത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇത് പലസ്തീനിലെ ഭരണം കൂടുതൽ സുസ്ഥിരമാക്കാനും അന്താരാഷ്ട്ര സഹായങ്ങൾ സുഗമമാക്കാനും സഹായിക്കും. ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിൽ 1200-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രയേൽ വലിയ തോതിലുള്ള സൈനിക ആക്രമണം നടത്തുകയും 10,000-കണക്കിന് പലസ്തീനുകളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഗാസയിലെ മാനുഷിക ദുരന്തം പരിഹരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹമാസിന്റെ അധികാരം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഒക്ടോബർ 7 ആക്രമണം ഹമാസിന് അന്താരാഷ്ട്ര കടുത്ത ഒറ്റപ്പെടൽ വരുത്തിവെച്ചു എന്നതും വ്യക്തമാണ്. ഇസ്രയേലും അമേരിക്കയും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യുദ്ധം അവസാനിച്ച ശേഷം ഗാസയെ സുസ്ഥിരമാക്കാൻ വിദേശ സൈന്യത്തെ വിന്യസിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഇത് ഗാസയുടെ ഭാവി ഭരണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് തുടക്കമിടുന്നത്. എന്നാൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പങ്കാളിത്തമില്ലാതെ ഇത്തരം പ്രമേയങ്ങൾക്ക് എത്രത്തോളം ഫലം ഉണ്ടാകുമെന്നതും കണ്ടറിയണം. ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തി ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ആവശ്യപ്പെടുമ്പോൾ പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഗാസയിലേക്കുള്ള ആവശ്യ വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടുത്തുന്നത് ഇസ്രയേലാണെന്ന് ഹമാസും സഹായ വസ്തുക്കൾ ഹമാസ് മോഷ്ടിക്കുകയാണെന്ന് ഇസ്രയേലും പരസ്പരം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. മാനുഷിക സഹായം ലഭ്യമാക്കുക എന്നത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണെന്നും അതിന് തടസ്സമുണ്ടാക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക മൂല്യങ്ങളെ മാനിച്ചുകൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം അടിയന്തരമായി എത്തിക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ കടമയാണ്.
ഈ പുതിയ പ്രമേയം ഹമാസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുമെന്നതും ഉറപ്പായ കാര്യമാണ്. എങ്കിലും തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളും ഗാസയുടെ നിയന്ത്രണവും ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അവരുടെ പ്രത്യയശാസ്ത്രത്തിലും അധികാരത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇത് എളുപ്പമുള്ള തീരുമാനമായിരിക്കില്ല. ഹമാസിന്റെ നേതാക്കൾ ഇതിനെ തങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമായി കാണുകയും ഈ പ്രമേയത്തെ തള്ളിക്കളയാനുള്ള സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴിവെച്ചേക്കാം. ഹമാസ് ഒറ്റപ്പെടുന്നതും അറബ് ലോകം ദുരാഷ്ട്ര പരിഹാരത്തിന് അനുകൂലമായി നിലകൊള്ളുന്നതും ഇസ്രയേലിനും പാലസ്തീനും ഒരു സമാധാനപരമായ ഭാവിക്ക് സാധ്യത ഒരുക്കുമോ എന്നും കണ്ടറിയണം. എന്നാൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നിലപാടുകൾ ഇപ്പോഴും പല കാര്യങ്ങളിലും ഭിന്നത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പലസ്തീൻ അതോറിറ്റിയുടെ ഭാവി റോളിനെക്കുറിച്ചും ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ സങ്കീർണമായിരിക്കുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനപരവും സുരക്ഷിതവുമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പായി ഈ പ്രമേയത്തെ കണക്കാക്കാമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്. ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഇസ്രയേലിന്റെ തുടർന്നുള്ള നടപടികളും ഈ പ്രദേശത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ഈ സങ്കീർണമായ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ഒരു പരിഹാരം കണ്ടെത്തേണ്ടതും ആവശ്യമാണ്.